ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, എന്താണ് വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുത കാന്തിക പ്രേരണത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അവസാനം എത്തിച്ചേരുന്നത് എന്താണ്? whenever there is a changing magnetic field lines should be produced a current. എപ്പോഴാണ് ഒരു കാന്തിക ബലരേഖയിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത്, ആ വ്യത്യാസം ഉണ്ടാകുന്ന അതേസമയം അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേപോലെ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ നിർബന്ധമാണ്, ഒരു മൂവിങ് ഡയറക്ഷൻ നിർബന്ധം. അല്ലെങ്കിൽ ഒന്നല്ലേ മാഗ്നറ്റ് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ കണ്ടക്ടർ മൂവ് ചെയ്യണം, ഏതെങ്കിലും ഒന്ന് മൂവ് ചെയ്യാം. ഇവിടെ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ ബേസ് ചെയ്ത് നമുക്ക് പ്രധാനമായിട്ടും 3 ഡയറക്ഷൻസ് പറയാൻ കഴിയും. ആ 3 ഡയറക്ഷൻസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിക്ചറാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. സാധാരണ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് തന്നെ, ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇങ്ങനെയുള്ള ഒരു യു ഷേപ്പ് മാഗ്നറ്റ് ആണ്. ആ യു ഷേപ്പ് മാഗ്നറ്റിൻ്റെ 2 എൻഡുകൾ മാത്രം ഞാൻ അവിടെ വരച്ചത്, നോർത്ത് സൗത്ത്. ഇതിങ്ങനെ ഒരു മാഗ്നറ്റ് ആണ്, ഒരു യു ഷേപ്പ് മാഗ്നറ്റ് ആണ്, അതിൻ്റെ 2 എൻഡുകളാണ്. ആ ഒരു നോർത്തും സൗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതിലൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട് അല്ലേ, ആ ഒരു സെൻറ്ററിൽ. ഇവിടെ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ക്രോസ് ആയിട്ട് ഞാൻ ഇവിടെ ഒരു കണ്ടക്ടറും വെച്ചിട്ടുണ്ട്. ഇതൊരു കണ്ടക്ടറാണ്. ഇൻ കേസ് ഈ ഒരു കേസിൽ ഞാൻ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിലെ അല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കണ്ടക്ടറിനെ എന്ത് ചെയ്തു? താഴേക്ക് മൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. എങ്ങനെ? ഇവിടെയുള്ള ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഈ കണ്ടക്ടറിനെ മൂവ് ചെയ്യിപ്പിച്ചു. കണ്ടക്ടറിനെ അങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അവിടെ കട്ടിങ് ഉണ്ടാവും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ജനറേറ്റ് ചെയ്തു? കറണ്ട് ജനറേറ്റ് ചെയ്തു. ഇത് എല്ലാവർക്കും അറിയുന്ന പോയിന്റാണ്. പക്ഷേ ഇവിടെ ഈ ഒരു കറണ്ട് ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ വർക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും 3 ഡയറക്ഷൻസ് പറയാൻ പറ്റും. നമുക്കതിനെ നോക്കാം. 3 ഡയറക്ഷൻസ് പറഞ്ഞാൽ ഇത് നോക്കിക്കേ, ഒരു നോർത്തും സൗത്തും. ഈ നോർത്തും സൗത്തും എന്ന് പറഞ്ഞാൽ നോർത്തിൽ നിന്ന് സൗത്ത് പോളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ഇത് നോർത്ത് ടു സൗത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, ഒന്നല്ലെങ്കിൽ കണ്ടക്ടറിനെ നമ്മൾ എന്ത് ചെയ്തു? മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുപോയി. അതായത് ഇവിടെ കണ്ടക്ടറിന് അവിടെ എന്തുണ്ട്? ഒരു ഡയറക്ഷൻ ഉണ്ട്. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഫീൽഡ് ലൈൻസിന് അല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ഒരു കട്ടിങ് ഉണ്ടായി. ആ കട്ടിങ് മുഖാന്തരം അവിടെ ആ കണ്ടക്ടറിൽ എന്ത് ചെയ്യാണ്? ഒരു കറണ്ട് ജനറേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് കൊണ്ട് അവിടെ ഒരു കറണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കറണ്ടിന് ഒരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷനാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? ഒരു ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നല്ലത് അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ടും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് എന്താണ്? ഇവിടെയുള്ള കണ്ടക്ടറിൻ്റെ കേസിൽ നമ്മൾ പറയാം, കണ്ടക്ടറിലൂടെയാണ് കറണ്ട് ഉണ്ട്, അല്ലെങ്കിൽ കണ്ടക്ടറിലാണ് കറണ്ട് ഉണ്ടാകുക. പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വർക്കായിട്ടില്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇത് വർക്കായിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് അവിടെ എത്ര ഡയറക്ഷൻസ് പറയാൻ പറ്റുന്നുണ്ട്? 1 മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, 2 കണ്ടക്ടറിൻ്റെ ഡയറക്ഷൻ, 3 കറണ്ടിൻ്റെ ഡയറക്ഷൻ. അങ്ങനെയൊക്കെ പറഞ്ഞ് കറണ്ടിൻ്റെ ദിശ, അതുപോലെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ, അതുപോലെ കണ്ടക്ടറിൻ്റെ ദിശ, അങ്ങനെ 3 ഡയറക്ഷൻസ് പറഞ്ഞൊന്നും കൂടെ ഞാൻ പറയാണ്. അതിനെ ഒരു പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. ഇവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുത കാന്തിക പ്രേരണ തത്വപ്രകാരം പ്രധാനമായിട്ടും നമുക്കിവിടെ 3 ദിശകളെ 3 ഡയറക്ഷൻസ് പറയാൻ കഴിയും. അതിൽ ഒന്നാമത്തെ ഡയറക്ഷനാണ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്, രണ്ടാമത്തതാണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, മൂന്നാമത്താണ് ഡയറക്ഷൻ ഓഫ് കണ്ടക്ടർ. പറഞ്ഞത് ഒന്ന് കറണ്ടിൻ്റെ ദിശ, രണ്ടാമത്തത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, മൂന്നാമത്തത് ചാലകത്തിൻ്റെ ദിശ. ഇങ്ങനെ 3 ഡയറക്ഷൻസ് ആണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇവിടെ മൈക്കിൾ ഫാരഡെ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവന്ന കറണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മുഖാന്തരം നമുക്ക് പ്രധാനമായിട്ട് 3 ദിശകളെ കണ്ടെത്താൻ കഴിയുമെന്ന് കണ്ടെത്തിയത് ഫ്ലെമിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്.
ഫ്ലെമിങ്ങിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഫ്ലെമിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഫ്ലെമിങ് കൊണ്ടുവന്ന ഫ്ലെമിങ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇവിടെ നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ 3 ഡയറക്ഷൻസിനെ കണ്ട EMIയിൽ നിന്ന് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്ന് ഈ 3 ഡയറക്ഷൻസിനെ നമുക്ക് കാണാൻ വേണ്ടി നമ്മളിവിടെ പറയുന്നത് ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂളാണ്. ഫ്ലെമിങ് റൈറ്റ് ഹാൻഡ് റൂളാണ്. ഫ്ലെമിങ്ങിൻ്റെ വലത് കൈ നിയമം. ഇവിടെ ഫ്ലെമിംഗ് വലത് കൈ നിയമത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു ഇതാണ്, ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം നമുക്ക്, അല്ലെങ്കിൽ ഇൻഡക്ഷനിൽ നിന്ന് നമുക്ക് എത്ര ഡയറക്ഷൻസ് പറയാൻ പറ്റും? 3 ഡയറക്ഷൻസ്. ആ 3 ഡയറക്ഷൻസിന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു 3 വിരലുകളെയാണ്. വലത് കൈയിലെ 3 വിരൽ, ഒന്ന് മിഡിൽ ഫിംഗർ, 2 ഫോർ ഫിംഗർ, 3 തമ്പ്, നടുവിരൽ, ചൂണ്ടുവിരൽ, തള്ളവിരൽ, ഇങ്ങനെയുള്ള ഈ 3 വിരലുകൾ അദ്ദേഹം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറഞ്ഞ പോയിന്റുകളാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഒരു ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ പ്രകാരം നമ്മൾ വിരലുകൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ദ മിഡിൽ ഫിംഗർ ഷുഡ് ബി റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. മിഡിൽ ഫിംഗർ, നടുവിരൽ എപ്പോഴും, അദ്ദേഹം പറഞ്ഞത് നടുവിരൽ എപ്പോഴും എന്തായിരിക്കും? കറണ്ടിൻ്റെ ദിശയും. ഫോർ ഫിംഗർ ഷുഡ് ബി റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഫോർ ഫിംഗർ എങ്ങോട്ടായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആണെങ്കിൽ തം ഷുഡ് ബി റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് കണ്ടക്ടർ. അങ്ങനെയാണെങ്കിൽ തള്ളവിരലിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? കണ്ടക്ടറിൻ്റെ, ചാലകത്തിൻ്റെ ഡയറക്ഷൻ. പറഞ്ഞു വന്ന പോയിന്റ് ഇതാ, ഫ്ലെമിങ്ങിൻ്റെ വലത് കൈ നിയമപ്രകാരം നമുക്ക് പ്രധാനമായിട്ടും കണ്ടെത്താൻ കഴിയുന്നത് 3 ഡയറക്ഷൻസ് ആണ്. ഒന്നേതാണ്? കറണ്ടിൻ്റെ ഡയറക്ഷൻ. രണ്ടാമത്തേതാണ്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. മൂന്നാമത്തേതാണ്? കണ്ടക്ടറിൻ്റെ ഡയറക്ഷൻ. ആ 3 ഡയറക്ഷനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് റൂളാണ്? ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്ങിൻ്റെ വലത് കൈ നിയമം. എന്താണ് ഫ്ലെമിങ്ങിൻ്റെ വലത് കൈ നിയമം എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റൈറ്റ് ഹാൻഡിലെ 3 ഫിംഗേഴ്സ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ലെറ്റ് us consider the 3 fingers in the right hand. Then the middle finger should be represent the direction of electric current, thumb should be represent the direction of magnetic field, and forefinger should be represent the direction of magnetic field, and thumb should be represent the direction of കണ്ടക്ടർ. അഥവാ വലത് കൈയിലെ 3 വിരലുകൾ എടുത്താൽ നടുവിരൽ എപ്പോഴും ഏതിൻ്റെ ദിശയായിരിക്കും? കറണ്ടിൻ്റെ ദിശയും. ചൂണ്ടുവിരൽ എന്താണ്? കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും. നമ്മൾ പറഞ്ഞിട്ടുള്ള തള്ളവിരൽ എന്തിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും? ചാലകത്തിൻ്റെ ദിശയിലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ പറഞ്ഞത് ഇവിടെ നമ്മൾ പറഞ്ഞ എത്ര ഡയറക്ഷൻസ്? 3 ഡയറക്ഷൻസ്. ആ 3 ഡയറക്ഷൻസിനെയും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള റൂൾ ഏതാണ്? ഫ്ലെമിങ്ങിൻ്റെ വലത് കൈ നിയമം, ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂൾ. ഇതെല്ലാവരും മനസ്സിലാക്കുക. പലപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് സ്റ്റേറ്റ് ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, നമ്മൾ ഇന്ന് മൊത്തം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഇത്രയായിരുന്നു. എപ്പോഴും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ ഒരു ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഒരു കറണ്ട് ജനറേറ്റ് ചെയ്തെന്ന് പറയും. ഏതൊരു കാന്തം എടുത്താൽ ആ കാന്തത്തിന് ചുറ്റുമുള്ള കാന്തിക ബലരേഖയിൽ ഒരു വ്യതിയാനം ഉണ്ടായാൽ, ഒരു വ്യത്യാസം ഉണ്ടായാൽ, ഒരു വിച്ഛേദനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്തു? ഒരു പ്രേരിത വൈദ്യുതി ഉണ്ടായി, കറണ്ട് ഉണ്ടായി. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവസാനം എത്തിച്ചേരുന്ന എന്തിലായിരുന്നു? കറണ്ട് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാനുള്ളതും കറണ്ട് തന്നെയാണ്. പക്ഷെ നമുക്ക് അറിയേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഒരു കാന്തിക ബലരേഖയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന കറണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ഈ കറണ്ടിനെ തന്നെ നമുക്ക് പ്രധാനമായിട്ടും 2ആയിട്ട് തരംതിരിക്കാം, അല്ലെങ്കിൽ 2 ടൈപ്പ് കറണ്ട് ഉണ്ടെന്ന് പറയാം. അത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന കറണ്ട് ചിലപ്പോൾ ഒരു ടൈപ്പ് കറണ്ട് ആയിരിക്കാം. ഇനി വേറെ രൂപത്തിലുണ്ടാകുന്ന കറണ്ടുകളുണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകാം. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്, നമ്മൾ എങ്ങനെ അവസാനം എത്തിച്ചേരുന്നു എങ്ങോട്ട്? കറണ്ട് ആണെങ്കിൽ ഈ കറണ്ടിനെ തന്നെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? 2ആയിട്ട് തരംതിരിക്കാം. അതിൽ ഒന്നാമത്തേതാണ് ഏത്? AC. രണ്ടാണ് ഏത്? DC. എന്നെ പറഞ്ഞേ, ഒന്നേതാണ് AC, രണ്ടാമത്തേതാണ് DC. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, വാട്ട് ഈസ് AC? AC എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം തന്നെ ചോദിക്കാറുണ്ട് നിങ്ങളോട്. വാട്ട് ഈസ് AC? അൾട്ടർനേറ്റീവ് കറണ്ട് എന്നാണ്. എങ്ങനെ? AC എന്ന് പറഞ്ഞാൽ അൾട്ടർനേറ്റീവ് കറണ്ട് അഥവാ പ്രത്യാവർത്തി ധാരാവൈദ്യുതി. എങ്ങനെ? പ്രത്യാവർത്തി ധാരാവൈദ്യുതി അല്ലെങ്കിൽ എന്താണ്? അൾട്ടർനേറ്റീവ് കറണ്ട് ഓർ AC. DC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് അഥവാ നേർധാര വൈദ്യുതി. എങ്ങനെ? നേർധാര വൈദ്യുതി. അപ്പോൾ ഇവിടെ AC എന്ന് പറഞ്ഞ അൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്ത്? ഇതാ ചോദ്യം. ഓക്കെ ആണല്ലോ. A എന്ന് അല്ലെങ്കിൽ AC എന്ന് പറയുന്നത് അൾട്ടർനേറ്റീവ് എന്നാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അൾട്ടർനേഷൻ? അൾട്ടർ ചെയ്യുക എന്ന് പറയാറുണ്ട് ഇല്ലേ നമ്മൾ? അൾട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അൾട്ടർനേറ്റീവായിട്ട് മാറുക എന്ന് എന്താ? ചേഞ്ച് ഉണ്ടാകുക എന്നാണ് അതിനർത്ഥം. എങ്ങനെ? ചേഞ്ച് ഉണ്ടാകുക എന്നാണ്. ചേഞ്ച് ഉണ്ടാകുക എന്ന് പറഞ്ഞവിടെ
അൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ചേഞ്ച്, അപ്പോൾ സി എന്ന് പറഞ്ഞാൽ കറണ്ട്, അപ്പോൾ എന്താ ചേഞ്ചിങ് കറണ്ട്, അതാണ് ഏത് എ സി എന്ന് പറഞ്ഞാൽ. ഒന്നും കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ഒന്ന് ജസ്റ്റ് പറയാണ്. എ സി എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കറണ്ടിനെയാണെന്ന് പറയുന്നത് എ സി കറണ്ട് എന്ന് പറയുന്നത്. എങ്ങനെ? ദിശയിൽ വ്യത്യാസമുള്ള കറണ്ടിനെ പറയുന്ന പേരാണ് ഇത് എ സി കറണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ഡി സി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട്, അതിനർത്ഥം ദിശയിൽ വ്യത്യാസമില്ല, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാത്ത കറണ്ടാണ് എന്ത് ഡി സി കറണ്ട് എന്ന് പറയുന്നത്. അൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കറണ്ട്. ഓക്കെ, ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് വിത്ത് റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം. അതായത് കൃത്യമായ ഒരു സമയ ഇടവേളകളിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും? ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞു, ഇതാണ് ശ്രദ്ധിക്കുക, ഇതാണ് ഏത് ഗാൽവനോമീറ്റർ എന്ന് വിചാരിക്കാം, ഇതാണ് ഏത് സീറോ എന്നും പറയാം. അപ്പോൾ കറണ്ടിന് ഒരു ഡയറക്ഷൻ ഇങ്ങനെയുണ്ട്, ഒരു ഡയറക്ഷൻ ഇങ്ങോട്ടുണ്ട്, ആണോ അല്ലേ? ഒരു എ സി കറണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഡി സി കറണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഗാൽവനോമീറ്റർ എങ്ങനെയായിരിക്കും നിൽക്കുക എന്നറിയാം, നോക്കിക്കോളൂ. ഡി സിയിലാണെങ്കിൽ കറണ്ട് ഉള്ള സമയത്താണെങ്കിൽ, ശ്രദ്ധിക്കാം, കറണ്ട് ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇങ്ങനെ നിൽക്കും, കറണ്ട് ഉള്ള സമയത്താണെങ്കിൽ ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെ തന്നെ, അതായത് ഈ ഭാഗത്തേക്കാണെങ്കിൽ ആ ഭാഗത്ത് തന്നെ, അത് അവിടെ അവസാനം സ്വിച്ച് ഓഫ് ചെയ്യുന്നത്, സ്വിച്ച് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഓൺ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ കറണ്ട് ഇങ്ങനെയായിരിക്കും. ഓൺ ചെയ്ത് കഴിഞ്ഞ് നീഡിൽ പോയിട്ട് അവിടെ നിൽക്കും, പിന്നെ ആ നീഡിൽ എപ്പോഴും ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ ആണല്ലോ? ഇനി ഇൻ കേസ് ഇങ്ങോട്ടാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വന്ന് നിൽക്കും, പിന്നെ അങ്ങോട്ട് പോകില്ല, എപ്പോഴേ പിന്നെ ഈ സെൻറ്ററിലേക്ക് പോകുള്ളൂ ഓഫ് ചെയ്യുന്ന സമയത്ത്, അതായത് കറണ്ട് സീറോ ആകുന്ന സമയത്ത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ഒന്ന് ഇങ്ങോട്ട് പോയി, ഉടനെ ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട് തന്നെ വരും, പിന്നെ ഉടനെ ഇങ്ങോട്ട് വന്നു, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഇവിടെ എങ്ങനെയാണ്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യില്ല, ഒരേ ഡയറക്ഷനാണ്. ഇവിടെ നോക്കുക, ഇതൊരു ഡയറക്ഷനാണ്. ഇത് ആദ്യത്തെ ഡയറക്ഷനിൽ ഒരു ഇൻ്റർവൽ ഓഫ് ടൈമിൽ എന്ത് ചെയ്യും? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞു. അപ്പോൾ ഒരു സമയ ഇടവേളയിൽ കറണ്ട് ഇവിടെയാണെങ്കിൽ തൊട്ടപ്പുറത്ത് ഇവിടെ ആയിരിക്കും, പിന്നെ ഇങ്ങോട്ടാണ്, അതായത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കറണ്ടാണ് ഏത് എ സി കറണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ഒരിക്കലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ ഒരൊറ്റ ഡയറക്ഷനിൽ when the electric current travel in a one direction, ഓക്കെ, ത്രൂ ഔട്ട് ഒരു ഡയറക്ഷനിലൂടെ മാത്രമേ ആയിരിക്കും, ഒരു ദിശയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന കറണ്ടാണ് ഇത് ഡി സി കറണ്ട് എന്ന് പറയുന്നത്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പറയാം, എങ്കിലും പറഞ്ഞ പോയിന്റ് ഇതാണ്. കറണ്ട് എന്ന് പറയുന്നതിനെ തന്നെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഏതാണ്? എ സി, രണ്ടാമത്തേതാണ് ഡി സി. എ സി കറണ്ട് ആണെങ്കിലും ഡി സി കറണ്ട് ആണെങ്കിലും രണ്ടും കറണ്ടാണ്. പക്ഷേ എ സി കറണ്ടിനെ സംബന്ധിച്ചിടത്തോളം അൾട്ടർനേറ്റീവ് കറണ്ടാണ് വെൻ ദി ഇലക്ട്രിക് കറണ്ട്, ഓക്കെ, ഇലക്ട്രിക് കറണ്ട്, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ചേഞ്ച് വിത്ത് റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം. കൃത്യമായ ഒരു സമയ ഇടവേളകളിൽ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ടാണ് ഇത് എ സി. The direction of electric current does not change the interval of time. Does not change. ഒരിക്കലും അവിടെ എന്ത് ചെയ്യുന്നില്ല? വ്യത്യാസം വരുന്നില്ല, ചേഞ്ച് വരുന്നില്ല. ത്രൂ ഔട്ട് ഒരു വൺ ഡയറക്ഷനിൽ മാത്രം ട്രാവൽ ചെയ്യുന്ന, ഒരു ഡയറക്ഷനിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു കറണ്ടാണ് ഇത് ഡി സി കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. എ സിയുടെ ഫുൾ ഫോം മനസ്സിലാക്കുക, ഡി സിയുടെ ഫുൾ ഫോം മനസ്സിലാക്കുക. കൃത്യമായിട്ട് തന്നെ എ സി എന്താണെന്നും ഡി സി എന്താണെന്നും പഠിക്കാം. എ സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും കൂടെ പറയുകയാണ്, എന്താണ്? ശ്രദ്ധിച്ചിരിക്കുക, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ചേഞ്ച് വിത്ത് റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം. ഓക്കെ, ഡി സി കറണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൃത്യമായ സമയ ഇടവേളകളിൽ എന്ത് ചെയ്യും? കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കുന്ന കറണ്ടാണ് ഇത് എ സി. ഡി സി എന്ന് പറഞ്ഞാൽ എന്താ? ഡസ് നോട്ട് ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഒരിക്കലും അവിടെ എന്ത് ചെയ്യില്ല? ദിശയിൽ വ്യത്യാസം വരുന്നില്ല. അങ്ങനെയുള്ള കറണ്ടാണ് ഇത് ഡി സി. കറണ്ട് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് ഏതാണ്? എ സി, രണ്ടേതാണ്? ഡി സി. ഇനി നിങ്ങളോട് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാനിവിടെ ഒരു ഗ്രാഫ് മോഡൽ വരക്കുന്നത്. എക്സാമിന് ചോദിക്കുന്നത് ഇതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ് എ സി, എന്താണ് ഡി സി എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഇതാണ്. എ സി എന്ന് പറഞ്ഞാൽ അൾട്ടർനേറ്റീവ് കറണ്ടാണ്, ഡി സി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ടാണ്. ഇവിടെ എ സിയും ഡി സിയും അൾട്ടർനേറ്റീവ് കറണ്ടും ഡയറക്റ്റ് കറണ്ടും എന്ന് പറയുമ്പോൾ അത് ഗ്രാഫുമായിട്ട് നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാം? ഇതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ? ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഓർ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എ സി ആൻഡ് ഡി സി. എ സി കറണ്ടും ഡി സി കറണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ, ഒരു വ്യത്യാസം. വാട്ട് ആർ ദ ഡിഫറൻസ്? എന്താണ് വ്യത്യാസം എന്നുള്ളത് എക്സാമിന് ചോദിക്കും. അപ്പോൾ അത് നിങ്ങളോട് പലപ്പോഴും ചോദിക്കുമ്പോൾ പല ആളുകളും എഴുതുന്നത് എ സി എന്ത്, ഡി സി എന്ത് എന്നാണ്.
എന്താ എ സി എന്താ ഡി സി എന്ന് എഴുതിയത് കൊണ്ട് മാത്രം നമ്മൾ ഈ പറയുന്ന ഈ ഒരു എ സിയുടെ ഡിഫറൻസ് ആവില്ല. അതിൽ ചോദിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിഫറൻസ് നിങ്ങളോട് ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങൾ മൈൻഡിൽ കൊണ്ടുവരേണ്ടത് ഗ്രാഫാണ്. എ സിയുടെയും ഡി സിയുടെയും ഗ്രാഫ്. ആ എ സിയുടെയും ഡി സിയുടെയും ഗ്രാഫ് വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ എ സി ആയാലും ഡി സി ആയാലും ഏത് സെല്ലായാലും ഏത് ഗ്രാഫ് ആകട്ടെ, ഗ്രാഫ് കറണ്ടിൻ്റെതാണോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം ഞാൻ പറയും, എന്നിട്ട് ഞാൻ ഡിഫറൻസിലേക്ക് പോകും. ഗ്രാഫ് കറണ്ടിൻ്റെ ഗ്രാഫ്, എ സി എന്ന് പറയുന്നത് ഒരു കറണ്ടാണ്, ഡി സി എന്ന് പറയുന്നത് ഒരു കറണ്ടാണ്. ഇവിടെ അതുപോലെ പറഞ്ഞിട്ടുള്ള ഒരു അടുത്തൊരു ഗ്രാഫാണ് സെല്ല്, ഞാൻ പറയാം അതിനെക്കുറിച്ച്. പക്ഷെ സെല്ല് എന്ന് പറയുന്നത് ഒരു കറണ്ടാണ്. കറണ്ടിൻ്റെ ഗ്രാഫാണോ നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ട് ആക്സിസ് നിങ്ങൾ എന്തായാലും വരക്കണം, എക്സും വൈയും. ഇവിടെ എക്സ് ആക്സിസ് ഇതാണ്, വൈ ആക്സിസ് ഇതാണ്. എക്സും വൈ നിങ്ങൾ വരക്കൽ നിർബന്ധം. ഇനി ആ ആക്സിസ് കറണ്ട് ആണെങ്കിൽ ആ ആക്സിസിലെ വൈ ആക്സിസ് നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് എന്തായിരിക്കണം? ഇ എം എഫ് ആയിരിക്കണം. നിങ്ങൾ വരയ്ക്കുന്നത് കറണ്ടിൻ്റെ ഗ്രാഫ് ആണെങ്കിൽ ദ വൈ ആക്സിസ് ഷുഡ് ബി റെപ്രസെൻറ്റ് ഇ എം എഫ്. എന്ത് വരയ്ക്കണം? ഇ എം എഫ് നിങ്ങൾ അവിടെ എഴുതിയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അങ്ങനെ തന്നെ പഠിച്ചോ. പലപ്പോഴും ഗ്രാഫ് ചോദിക്കുന്നത് 2 മാർക്കിനാണ്. 2 മാർക്കിന് ഈ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാം. ആ 2 മാർക്കിന് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇ എം എഫ് നിങ്ങൾ അവിടെ വൈ ആക്സിസിൽ വരക്കണം, അല്ലെങ്കിൽ എഴുതണം. വൈ ആക്സിസിൽ നിങ്ങൾ അതവിടെ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് 1 മാർക്കോ 1/2 മാർക്കോ ആയിരിക്കും. ഈ ഒരു ചിത്രത്തിൻ്റെ ഈ ഒരു ഷേപ്പ് കിട്ടിയതുകൊണ്ട് കാര്യമില്ല. വൈ ആക്സിസ് നിങ്ങൾ ഇ എം എഫ് അടയാളപ്പെടുത്തുക, അത് മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്ത് എന്താ എ സി എന്ന് പറഞ്ഞാൽ? എന്താ എ സി എന്ന് പറഞ്ഞാൽ? ഡയറക്ഷൻ ചേഞ്ചിങ് കറണ്ടാണ് അല്ലേ? ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ചേഞ്ച് വിത്ത് റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം. ഒരു കൃത്യമായ സമയ ഇടവേളകളിൽ എന്താ ചെയ്യാണ്? ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ആണോ അല്ലേ? നീ ശ്രദ്ധിക്കണേ. നമുക്കറിയാം ഇതൊരു ഗ്രാഫാണെന്ന് വിചാരിക്കാം. ഒരു ഗ്രാഫിൻ്റെ ഇവിടെ മുകളിൽ നമ്മൾ മൊത്തം എടുക്കുന്നത് ഏത് ഡയറക്ഷനാണ്? പോസിറ്റീവ് ആക്സിസ് എന്ന് അതിന് മൊത്തം പറയാം. അതായത് ഇതിൻ്റെ മുകളിലേക്ക് മൊത്തം നമ്മൾ എടുക്കുന്നത് എന്തായിരിക്കും? പോസിറ്റീവാണ്. ഇതിൻ്റെ താഴത്തേക്ക് മൊത്തം നമ്മൾ എടുക്കുന്നത് എന്താ? നെഗറ്റീവാണ്. അപ്പോൾ മുകളിലേക്ക് എന്താണ് പോസിറ്റീവും, താഴേക്ക് എന്താണ് നെഗറ്റീവാണ്. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണേ, ഈ പോസിറ്റീവും ഈ നെഗറ്റീവും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എവിടെ? എ സിയിൽ. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഈ മുകളിൽ കാണുന്ന എന്താണ്? പോസിറ്റീവും, താഴെ കാണുന്ന എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, പോസിറ്റീവ് നെഗറ്റീവ്. ഇനി അടുത്ത് എന്തായിരിക്കും? പോസിറ്റീവ് നെഗറ്റീവ്. ഇനി അടുത്തെന്താ? പോസിറ്റീവ് നെഗറ്റീവ്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഒരു കൃത്യമായ സമയ ഇടവേളകളിൽ ഇതിൻ്റെ ദിശ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ആണോ അല്ലേ? അപ്പോൾ എ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ഷൻ ചേഞ്ചിങ് കറണ്ടാ. ഡയറക്ഷൻ ചേഞ്ചിങ് കറണ്ട്. പോസിറ്റീവ് ഡയറക്ഷൻ, നെഗറ്റീവ് ഡയറക്ഷൻ, പോസിറ്റീവ് ഡയറക്ഷൻ, നെഗറ്റീവ് ഡയറക്ഷൻ, പോസിറ്റീവ് നെഗറ്റീവ്, ആ ഒരു മോഡലിലാണ് പോവുക. അതാണ് എന്ത്? ഡയറക്ഷൻ ചേഞ്ചിങ് കറണ്ടാണ് ആര്? എ സി. എന്നാൽ ഇനി നിങ്ങൾ ഡി സിയിലോ നോക്കിക്കേ. ഇത് പോസിറ്റീവിലാണെങ്കിൽ ഇത് മൊത്തം പോസിറ്റീവിലാണ്. ഒന്നാമത്തെ ഫേസ് എടുക്കുമ്പോൾ ഇത് പോസിറ്റീവാണ്, രണ്ടാമത്തെ ഫേസും പോസിറ്റീവാണ്. ഇത് കൃത്യമായ സമയവേളകളിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ദിശയിൽ വ്യത്യാസമില്ലാത്ത കറണ്ടാണ് ആര്? ഡി സി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എ സിയും ഡി സിയും തമ്മിൽ ഒന്നാമത്തെ വ്യത്യാസം നമ്മൾ ഗ്രാഫ് മുഖാന്തരം പറഞ്ഞില്ലേ? ഗ്രാഫ് വരക്കാൻ പഠിച്ചു. വരച്ചതിൽ നമ്മൾ പറഞ്ഞ എന്താണ്? എ സിയിൽ എന്താണ്? ഡയറക്ഷൻ ചേഞ്ചിങ് കറണ്ടാണ്. ഡി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡസ് നോട്ട് ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഡസ് നോട്ട് ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക്. അതിൻ്റെ ഡയറക്ഷൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ ആണല്ലോ? ദെൻ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തൊരു പോയിന്റ്. അപ്പോൾ ഒന്നാമത് പറഞ്ഞതാണ് ഡയറക്ഷനാണ്. എന്താണ്? ഡയറക്ഷൻ. ഇവിടെ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും അല്ലേ? ഡയറക്ഷൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ രണ്ടാമത്തെ കേസിൽ എന്താണ്? ഇവിടെ അതായത് ഡി സിയുടെ കേസിൽ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നില്ല. ഇവിടെ എന്താ? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ എന്താ? നോ ചേഞ്ച്. ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇവിടെ എന്താ? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും, അഥവാ ദിശയിൽ വ്യത്യാസമുണ്ട്. ഇവിടെ എന്താണ്?
ദിശ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസപ്പെടുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ദിശയിൽ എന്തില്ല, വ്യത്യാസമില്ല. ഇത് മനസ്സിലാക്കണം. ദെൻ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത് നോക്കേണ്ടത് ഇവിടെ നോക്കിക്കേ, ഇ എം എഫ് നോക്കിക്കേ ഒരേപോലെയാണ് എല്ലായിടത്തും ഇ എം എഫ് ഉള്ളത്. ഇപ്പോൾ ഇതൊക്കെ നോക്കിയാൽ ഇത് ഇ എം എഫ് 1, ഇത് 2, ഇങ്ങനെ വെറുതെ നിങ്ങൾ ലെറ്റർ എടുത്തോ, ഇങ്ങോട്ടും 1, 2, 3, -1, -2 അങ്ങനെ എടുത്തു. ഇവിടെ നിങ്ങളെന്താ 1, 2, 3. ഇവിടെ നോക്കിക്കേ, ഈ ഒരു സമയം നോക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇതിനെ ഞാൻ ഇങ്ങനെ നോക്കി, ഈ ഒരു സമയം ഇപ്പോൾ ഈ ഒരു സമയം ഞാൻ വെറുതെ എടുത്തു. ഇവിടെ 1 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 1 മിനിറ്റ് സെക്കൻഡ്, അല്ലെങ്കിൽ 1 സെക്കൻഡ് സമയം ഞാൻ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 1ാമത്തെ സെക്കൻഡിൽ ഇവിടുത്തെ ഇ എം എഫ് 2 വിചാരിക്കാം. 2ാമത്തെ സെക്കൻഡ് ഞാൻ നോക്കുമ്പോൾ ഇ എം എഫ് എത്രയായിട്ട് മാറി, 3 മാറി അല്ലേ? ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. ഇവിടെ നോക്കിക്കേ, ഈ ഡയറക്ഷൻ മാത്രമാണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, ഇ എം എഫ് ഓരോ സമയത്തിലും ഇ എം എഫും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നില്ലേ? അപ്പോൾ പറഞ്ഞെന്താണ്, ഇവിടെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യും, ഒപ്പം ആരും ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഇ എം എഫും ചേഞ്ച് ചെയ്യും. ആര്? ഇ എം എഫ്. അപ്പം 2ാമത്തെ പോയിന്റ് നമുക്ക് ഇവിടെ എന്ത് എഴുതാം, ഇ എം എഫ് ഇവിടെ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. പറയുന്നത് നന്നായിട്ട് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞത് 1ാമത്തെ കേസിൽ എന്താണ്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ 2ാമത് എന്താ, ഇ എം എഫും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഏത്? എ സിയിൽ. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഇനി നോക്കിക്കേ, ഇ എം എഫ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? നോക്കിക്കേ, ഇവിടെ 1ാമത്തെ കേസിൽ ഇ എം എഫ് 1, 2ാമത്തെ കേസിൽ ഇ എം എഫ് 2, 3ാമത്തെ കേസിൽ ഇ എം എഫ് 3. അതായത് നോക്കിക്കോ, 1ാമത്തെ മിനിറ്റിൽ 1, 2ാമത്തെ മിനിറ്റിൽ അങ്ങനെ പോയി എന്ന് വിചാരിച്ചോ. ഇവിടെയും ഇ എം എഫ് ഒരേപോലെയാണ് നിൽക്കുന്നത്. അല്ല, ഇ എം എഫ് 1 പിന്നെ നോക്കുമ്പോൾ 2, പിന്നെ നോക്കുമ്പോൾ 3. അതായത് പിന്നെ നോക്കുമ്പോൾ നോക്കിയാൽ പിന്നെയും കുറഞ്ഞു, പിന്നെ 0, പിന്നെയും കൂടി. അതായത് ഇ എം എഫ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്തു അങ്ങനെ തന്നെ എവിടെയും. അതായത് ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യില്ല, പക്ഷേ ആര് ചേഞ്ച് ചെയ്യും, ഇ എം എഫ് ഇവിടെ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഇവിടെ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബോത്ത് ഡയറക്ഷൻ ആൻഡ് ഇ എം എഫ് വിൽ ബി ചേഞ്ച്ഡ്. ഓക്കെ, ദെൻ ഹിയർ ഡി സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്ഷൻ ഡസ് നോട്ട് ചേഞ്ച് ബട്ട് ദ ഇ എം എഫ് വിൽ ബി ചേഞ്ച്ഡ്. ഇ എം എഫ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. എ സിയും ഡി സിയും നമ്മൾ വ്യത്യാസങ്ങളാണ് പറഞ്ഞത്. എ സി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അൾട്ടർനേറ്റീവ് കറണ്ടാണ്. The direction of electric current will be changed with regular interval of time. But DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞേ, അതായത് ഒരു കൃത്യമായ സമയ ഇടവേളയിൽ എ സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദിശയിൽ ഇങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഡി സി എന്ന് പറഞ്ഞാൽ എന്താ, ഡസ് നോട്ട് ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഒരിക്കലും അതിൻ്റെ ദിശയിൽ വ്യത്യാസം വരുന്നില്ല. പക്ഷേ അതിന് വീണ്ടും നമ്മൾ ഡെപ്തിലേക്ക് പോയപ്പോൾ ഗ്രാഫ് മുഖാന്തരം നമ്മൾ പറഞ്ഞു, ബോത്ത് ഡയറക്ഷൻ ആൻഡ് ഇ എം എഫ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ എ സി. എ സി കറണ്ടിൽ ഡയറക്ഷന്, ദിശയും അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇ എം എഫ് എന്ത് ചെയ്തിട്ടുണ്ട്, വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഡി സിയുടെ കേസിൽ വരുമ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യില്ല, പക്ഷെ എന്ത് ചേഞ്ച് ചെയ്യും, ഇ എം എഫ് ചേഞ്ച് ചെയ്യും. ഇത് അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷനായിട്ട് നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഇതിനെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഡി സി എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യില്ല, പക്ഷേ ഇ എം എഫ് ചേഞ്ച് ചെയ്യൂലേ. അപ്പോൾ ഇവിടെ ഇ എം എഫ് ചേഞ്ച് വരാതെ ഡയറക്ഷനും ചേഞ്ച് വരാതെ നമുക്ക് ഒരു ഡി സി കറണ്ട് വേണം. ഡി സി എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യില്ല, പക്ഷെ ഇവിടെയുള്ള ഡി സി എന്തേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ എന്തിന് ചേഞ്ച് ചെയ്തു, ഇ എം എഫിൽ ചേഞ്ച് ചെയ്തു. എന്നാൽ ഇവിടെ നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഡി സിയിൽ ഡയറക്ഷനും ചേഞ്ച് ചെയ്യില്ല, ഇ എം എഫും ചേഞ്ച് ചെയ്യില്ല. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, ഇവിടുത്തെ ഇ എം എഫ്, ഇതവിടുത്തെ ഇ എം എഫ്, ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു സമയം നോക്കുമ്പോൾ ഇ എം എഫ് തന്നെ, ഈ ഒരു സമയം നോക്കുമ്പോൾ ഇ എം എഫ് തന്നെ, ഈ ഒരു സമയം നോക്കുമ്പോൾ ഇ എം എഫ് തന്നെ. ഇ എം എഫിൽ വ്യത്യാസമല്ല, ഇവിടേക്ക് ഇ എം എഫ് വ്യത്യാസപ്പെട്ടിട്ടില്ലേ. അതായത് ഇത് എ സി ആണെങ്കിൽ, ഇത് ഡി സി ആണെങ്കിൽ, ഇത് സെല്ലാണ്. എന്താണ് സെല്ല്? ചോദിക്കും, ഇമ്പോർട്ടൻ്റാ. ഗ്രാഫ് ഓഫ് സെൽ, സെല്ലിൻ്റെ ഗ്രാഫ് അത്.
ഈ ഒരു ഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് ഒരു കാര്യം നമുക്ക് പറയാം. ഇവിടെ ഡയറക്ഷൻ ഒന്ന് നിങ്ങൾ നോക്കിക്കേ, ഒള്ളി പോസിറ്റീവ് ഡയറക്ഷൻ അല്ലേ? അതായത് സെല്ലിൽ എന്ത് ചേഞ്ച് ഇല്ല, ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നില്ല, നോ ചേഞ്ച്. ഡയറക്ഷൻ അവിടെ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. ഇനി ഇ എം എഫ് നോക്കിക്കേ, ഇതല്ലേ ഇ എം എഫ്. ഏത് സമയം നോക്കിയാലും ഇവിടെ 2 ആണെങ്കിൽ ഇവിടുന്ന് ഈ ഒരു 1 മിനിറ്റ് നോക്കിയാലും ഇ എം എഫ് 2, 2 മിനിറ്റ് നോക്കിയാലും ഇ എം എഫ് 2, 3 മിനിറ്റ് നോക്കിയാലും ഇ എം എഫ് 2, 4 മിനിറ്റ് നോക്കിയാലും ഇ എം എഫ് 2. ഈ ഒരു ഇ എം എഫിൽ ഇവിടെ ചേഞ്ച് വരില്ല. അതായത് ഇവിടെ നമുക്ക് അടുത്തും പറയാം ഇ എം എഫും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇ എം എഫിലും ഇവിടെ എന്തില്ല, നോ ചേഞ്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് ഇതായിരുന്നു. ഒരു എ സി ഡി സി ആയാലും അതിനെ ഗ്രാഫിനെ ബേസ് ചെയ്ത് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്തു. ഗ്രാഫിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തപ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലായി. എ സി കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ബോത്ത് ഡയറക്ഷൻ ആൻഡ് ഇ എം എഫ്. ഇ എം എഫും അതായത് ദിശയും ഇ എം എഫിലും വ്യത്യാസമുള്ള കറണ്ടാണ് ഇത് എ സി. ഡി സി എന്ന് പറഞ്ഞാൽ എന്താ, ദിശയിൽ വ്യത്യാസമില്ല, അഥവാ ഡയറക്ഷനിൽ ചേഞ്ച് ഇല്ല, പക്ഷേ ഇ എം എഫിൽ ചേഞ്ച് ഉണ്ട്. എന്നാൽ അതിന് പകരമായിട്ട് നമ്മൾ സെല്ലാണ് എടുക്കുന്നതെങ്കിൽ സെല്ലിൽ എന്തില്ല, ഡയറക്ഷനിലും വ്യത്യാസമില്ല, ഇ എം എഫിലും വ്യത്യാസമില്ല. അങ്ങനത്തെ ഒരു അങ്ങനെയുള്ള ഒരു ഡി സി ആണ് ഇത്, ഈ ഒരു സെൽ എന്ന് പറയുന്നത്. നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കറണ്ട് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, എല്ലാത്തിൻ്റെയും വൈ ഡയറക്ഷൻ ഷുഡ് ബി റെപ്രസെൻറ്റ് ബൈ ഇ എം എഫ്. ഇ എം എഫ് അടയാളപ്പെടുത്തണം. മനസ്സിലായിട്ടുണ്ടാവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇത് നിങ്ങളൊരു പട്ടികയായിട്ട് തന്നെ എഴുതി പഠിക്കണം. നമ്മുടെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ നന്നായിട്ടത് മനസ്സിലാക്കുക, പഠിക്കുക.